ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ് ചെയ്യണത്. അതിനായിട്ട് ഒരു ചെറിയ തക്കാളി, ഈ ഒരു വലുപ്പത്തിലുള്ള 3 സവാള, 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെക്കാം. ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഈ വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. നമ്മൾ എടുത്ത് വെച്ച പച്ചമുളക് 2 എണ്ണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചതിൽ ഒരെണ്ണം ഇച്ചിരി വലിയ പച്ചമുളകായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് വേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവാളയിലോട്ട് 1 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണ വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി സവാളയുടെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. പൊടികൾ ചേർത്ത് കൊടുത്ത ശേഷം ഇപ്പോൾ ഏകദേശം 1 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഞാൻ ഈ തവി വെച്ചിട്ട് ഈ തക്കാളി എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്ത തക്കാളി ആണെങ്കിൽ ഇങ്ങനെ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞായിരിക്കും നമുക്ക് കിട്ടണത്. ഇപ്പോൾ ഞാനിവിടെ എടുത്ത തക്കാളി ഇച്ചിരി പഴുപ്പ് കുറഞ്ഞ തക്കാളിയായിരുന്നു. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഈ ചിക്കനും ഈ ഗ്രേവിയായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കനും ഗ്രേവിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. ചിക്കൻ വെന്ത് കിട്ടാനായിട്ട് ഏകദേശം 10-12 മിനിറ്റൊക്കെയാണ് എടുക്കുക. അപ്പം അതിൻ്റെ ഇടയിൽ 2 മിനിറ്റൊക്കെ കൂടുമ്പോൾ മൂടി തുറന്നിട്ട് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ഞാൻ മൂടി തുറന്ന് ചിക്കൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ചിക്കൻ ഒരു 5 മിനിറ്റ് കൂടെ തുറന്ന് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയുടെ വെള്ളം എല്ലാം വലിഞ്ഞ് ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇതിന്റെ വെള്ളം എല്ലാം വലിഞ്ഞ് സവാളയൊക്കെ മുരിഞ്ഞ് നല്ല കറക്റ്റ് പരുവായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്